നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി പ്രോസസ് ഫോർ ദി പ്രോസസ് കൺട്രോളർ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രോസസ് കൺട്രോളറുടെ ഒരു ദിവസത്തെ പ്രോസസ്സുകൾ എന്തൊക്കെയെന്നാണ്. ആക്ച്വലി ഈ പ്രോസസ് കൺട്രോളർ എന്നുള്ള ഈ ഡ്യൂട്ടി വരുന്നത് ഓപ്പറേഷനിൽ നിന്നുള്ള ഒരു സ്റ്റാഫിനാണ്. നമ്മൾ നോക്കാം. സ്റ്റാർട്ടിങ് ഡെയിലി തുടങ്ങുമ്പോൾ തന്നെ സിസ്റ്റം ആൻഡ് വർക്ക് ഫ്ലോ ചെക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങുക. എൻഷുർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ആർ ഓപ്പറേഷണൽ. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടറുകൾ ഇതെല്ലാം വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക. വെരിഫൈ ഓൾ ഡിപ്പാർട്ട്മെന്റ് ഫോളോ SOPs ആൻഡ് വർക്ക് ഫ്ലോ ഗൈഡ് ലൈൻസ്. എല്ലാ ഏരിയയിലും നമ്മൾ കൃത്യമായിട്ടുള്ള SOPസും വർക്ക് ഫ്ലോ ഗൈഡ് ലൈൻസും വെച്ചിട്ടുണ്ട്. അതും വെരിഫൈ ചെയ്യുക. അതും അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനൊരു ഉദാഹരണമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും പ്രോസസ്സിന്റെ നമ്മൾ ബ്രേക്ക് ഡൗൺസ് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി. ദെൻ ഐഡന്റിഫൈ ദ റിസോൾവ് എനി പ്രോസസ് ബോട്ടിൽ നെക്സ്. എവിടെയെങ്കിലും നമുക്ക് പ്രയാസമുള്ള ഏരിയ, ഇപ്പൊ നമ്മൾ വർക്ക് ഫ്ലോ വരുന്ന സമയത്ത് ഏതെങ്കിലും ഏരിയയിൽ എല്ലാവരും ഒരേപോലെ പ്രയാസപ്പെടുന്നുണ്ട്, ചിലപ്പോ ബില്ലിങ്ങിലോ അല്ലെങ്കിൽ ഡിസ്പാച്ചിങ്ങിലോ, ഫാർമസിയിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാബിൽ പറയുകയാണെങ്കിൽ പിന്നെ റിപ്പോർട്ടിംഗ് ഏരിയയിലോ എവിടെയെങ്കിലും കൃത്യമായിട്ട് എല്ലായ്പ്പോഴും ഒരേ പ്രോസസ്സ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. ചെക്ക് ആൾ സ്റ്റാഫ് പ്രോസസ്, അപ്ഡേറ്റ് ഗൂഗിൾ ഷീറ്റ് ആൻഡ് അപ്ഡേറ്റ് ദ റിപ്പോർട്ടിംഗ് ഷീറ്റ്. അതായത് 2 ഗൂഗിൾ ഷീറ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് സ്റ്റാഫുകൾ അവരുടെ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. 2 പിന്നെ സ്റ്റാഫ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും അവരവരുടെ കീഴിലുള്ള സ്റ്റാഫുകളുടെ ഷീറ്റ് ചെക്ക് ചെയ്ത് അതിൽ നിന്നും അവരുടെ സ്കോറ് നമ്മളുടെ മെയിൻ പിന്നെ ഷീറ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇത് രണ്ടും അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ അടുത്തത് സ്റ്റാഫ് കോർഡിനേഷൻ ആൻഡ് കമ്പൈൻസ് മോണിറ്ററിങ്. ഇതിൽ ചെയ്യേണ്ടത് എല്ലാ സ്റ്റാഫുകളും കൃത്യമായി അറ്റൻഡൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാവരും ഡ്യൂട്ടി ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ട്, അത് ഗൂഗിൾ ഷീറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ പിന്നെ ഹോസ്പിറ്റൽ പോളിസി സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോ പോളിസീസ് ഉണ്ട് നമുക്ക്, അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ വർക്ക് ഫ്ലോ എഫിഷ്യൻസി, ഓരോരുത്തരും കൃത്യമായിട്ട് ഒരു സ്റ്റാഫ് ഇന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുമ്പോൾ അവരുടെ വർക്ക് ഫ്ലോ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നഴ്സിംഗിലാണെങ്കിൽ അവരെ എത്രത്തോളം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ട്, ഇപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ലൂസ് സ്റ്റോക്സിലും ഇതിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടും അങ്ങനെയുള്ള ഏരിയയിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ നമ്പർ ആഡിങ് ഇൻ മെയിൽ, നമ്മളിപ്പോ സാധാരണ കളക്റ്റഡ് നമ്പേഴ്സ് എല്ലാ ദിവസവും നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്പേഴ്സ് കളക്ട് ചെയ്യും, അത് മെയിലിലേക്ക് ആഡ് ചെയ്യാം. ദെൻ അപ്ഡേറ്റ് ഗ്രൂപ്പ്, ഇപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആഡ് ഷെയറിംഗ് ടു ഗ്രൂപ്പ്, നമ്മളുടെ അഡ്വർടൈസ്മെന്റ്, നാളത്തെ ഡോക്ടർമാരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആഡ് ഷെയർ ചെയ്യാനുള്ളത് ഗ്രൂപ്പിലേക്ക്, അത് കൃത്യമായിട്ട് ചെയ്യാം. ദെൻ താങ്ക്സ് മെസ്സേജ് ലാബിൽ വരുന്ന പേഷ്യൻസിന്റെ താങ്ക്സ് മെസ്സേജ് ലാബിൽ നിന്നും, ബാക്കി OPയിലൊക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ പ്രോസസ് കൺട്രോളറാണ് ചെയ്യാം. ആ രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. പിന്നെ ഇൻഡിവിജ്വൽ ആഡ്സ് മോണിറ്ററിങ്, നമ്മുടെ ഓരോ കിയോസ്കുകളിൽ നിന്ന് ഓരോ സിസ്റ്റങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ ആഡ്സ് പോകുന്നുണ്ട്, അത് പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പെർ ഡേ 2 ബ്ലോഗുകളാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. പരമാവധി 2 ബ്ലോഗുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ദെൻ ആഡ് മോർ ഫോളോവേഴ്സ് ഇൻ വാട്സപ്പ് ചാനൽ, നമുക്കൊരു വാട്സപ്പ് ചാനൽ ഉണ്ട്, അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ആളുകൾ ചാനലിൽ വരുന്നുണ്ട് എന്നുള്ളത്, ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഗതികൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. പേഷ്യന്റ് ഫ്ലോ ആൻഡ് സർവീസ് ഒപ്റ്റിമൈസേഷൻ ആണ് ഇനി പറയുന്നത്. അതായത് മോണിറ്റർ OP ഡിപ്പാർട്ട്മെന്റ്, IP ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി പേഷ്യന്റ് ഫ്ലോ, അതായത് നമ്മുടെ റൗണ്ട്സിന് പോകുന്ന സമയത്ത് ഈ കൃത്യമായിട്ടുള്ള സംഗതികളൊക്കെ ഫോളോ ചെയ്യും, മീൻസ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. OPയിലും IP-യിലും എമർജൻസിയിലും പേഷ്യന്റ് ഫ്ലോ മോണിറ്റർ ചെയ്യാം. എൻഷുർ ദ സ്മൂത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ട്രാൻസ്ഫർ പ്രോസസ്. 3 പ്രോസസ് ഇതിൽ ഉണ്ടാവുക. ഒന്ന്, കൃത്യമായിട്ട് ആളുകൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രോസസ്സും വലിയ പിന്നെ
ഡിലേ ഇല്ലാതെ ഡിസ്ചാർജ് പ്രോസസ് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫർ. ഏതെങ്കിലും പിന്നെ പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും വേറെ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന്റെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓരോ ദിവസവും ഇത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ റിസോൾവ് ഡിലേ ഇൻ ഡയഗ്നോസിസ് ഇപ്പൊ ഒ പിയിൽ ഒരാൾ വന്നു, അയാള് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് പിന്നെ ഡെയിലി ചെക്ക് ചെയ്യുക. അതായത് ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഒരാളും അൺഅറ്റൻഡീവ് ആയിട്ട് നമ്മളുടെ ലോബിയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ കേസ് ഉണ്ടാവണം. അത് എന്താണെന്ന് നോക്കി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ഫാർമസിയിലും ഡിലേ വരാൻ പാടില്ല. ആൻഡ് ബില്ലിങ്ങിലും. അപ്പൊ ആ തിരക്കുകൾ ഇല്ലാത്ത രീതിയിൽ ഒഴിവാക്കുന്ന രീതിയിൽ എങ്ങനെ ഡിലേ ഉണ്ടെങ്കിൽ എന്താണ് അതിന് കാരണമെന്ന് മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. ദെൻ അടുത്തത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓവർസൈറ്റ്. കണ്ടക്ട് റെഗുലർ റൗണ്ട്സ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ് ടു ചെക്ക് പ്രോസസ് എഫിഷ്യൻസി. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് റൗണ്ട്സ് എടുക്കണം. മോർണിംഗ് ആൻഡ് ഈവനിങ് റൗണ്ട്സ് നമ്മൾ എടുത്തിരിക്കണം. അതേപോലെ തന്നെ ഐഡന്റിഫൈ ഡിലേ ഇൻ ലാബ് ടെസ്റ്റുകളിൽ ഡിലേ ഉണ്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റ് ചെന്നിട്ട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഏരിയ ഇതൊക്കെയാണ്. ലാബ് ടെസ്റ്റിൽ ഡിലേ വന്നിട്ടുണ്ടോ, ഫാർമസി ഡിസ്പെൻസിംഗിൽ ഡിലേ വന്നിട്ടുണ്ടോ, ബില്ലിംഗ് സൈക്കിളിൽ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടോ. ദെൻ സജസ്റ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ടൈം മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. കൃത്യമായിട്ടുള്ള ആളുകളെ തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ അലോക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ വർക്ക് ഫ്ലോ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ദെൻ കോർഡിനേഷൻ വിത്ത് സപ്പോർട്ടിംഗ് സർവീസസ് ലൈക്ക് പിന്നെ ലാബ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ടൈമിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫാർമസി സപ്ലൈസ് ഇപ്പോ കാഷ്വാലിറ്റിയിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട സംഗതികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലാബ് റൂമിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട സംഗതികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. ദെൻ മോണിറ്റർ ഹൗസ് കീപ്പിംഗ്, ഫുഡ് സർവീസ്, വേസ്റ്റ് ഡിസ്പോസൽ, ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കോർഡിനേറ്റ് വിത്ത് ബയോമെഡിക്കൽ ആൻഡ് മെയിൻറ്റെയിൻ ദ ടീം റിപ്പയർ ആൻഡ് സേഫ്റ്റി ചെക്സ്. അതായത് ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായിട്ട്, അതായത് നമ്മുടെ മെഷീനറീസ്, ഹെൽത്ത് കെയർ മെഷീനറീസ് എന്തെങ്കിലും കംപ്ലൈൻസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ബയോമെഡിക്കൽ ടീമിനെ ഇൻഫോം ചെയ്യുകയും കൃത്യമായിട്ട് അതിന്റെ അപ്ഡേഷൻ എടുക്കുകയും ചെയ്യുക. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് കമ്പൈൻസ് ഓഡിറ്റിൽ വരുന്നത് എൻഷുർ ദ NABH ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ആർ ഫോളോഡ്. കൃത്യമായിട്ട് NABH സ്റ്റാൻഡേർഡ് ആണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ തേടുക. കണ്ടക്ട് ദ റാൻഡം ക്വാളിറ്റി ഓഡിറ്റ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയസ്. പേഷ്യന്റ് കെയർ ചെയ്യുന്ന എല്ലാ ഏരിയകളിലും അവിടെ കൃത്യമായിട്ട് പേഷ്യൻസിന് അവരെ ക്വാളിറ്റി സെർവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും ഈസി ആയിട്ട് പേഷ്യൻസിന് പിന്നെ കമ്മ്യൂണിക്കേഷനും അതായത് അവരുടെ ഈസിനെസ് നടക്കണം. കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വേണം. എല്ലാ പേഷ്യൻസിനും കൃത്യമായിട്ട് തന്നെ എല്ലാ സർവീസും അവൈലബിൾ ആക്കുക എന്നുള്ളത് നമ്മളുടെ പ്രോസസ്സിന്റെ ഭാഗമാണ്. ദെൻ ബർത്ത് റിലേറ്റഡ് വർക്ക്സ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതായത് അതിന്റെ കളക്ഷൻ, അതായത് അവരുടെ ഡോക്യുമെന്റ് കളക്ഷൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക, അത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഈ ഏരിയ എല്ലാം എല്ലാ ദിവസവും എത്ര കേസുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ ടെക്നോളജി ആൻഡ് സിസ്റ്റം മോണിറ്ററിംഗ് ആണ്. നമുക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, അത് കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഉറപ്പുവരുത്തുക. പിന്നെ IT റിലേറ്റഡ് സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒന്ന് ടോക്കൺ കോളിംഗ് സിസ്റ്റം, അത് നമ്മൾ ചില ഏരിയയിൽ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ, എല്ലാ ഏരിയയിലും ഇംപ്ലിമെന്റ് ചെയ്യണോ എന്നുള്ള രൂപത്തിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതേപോലെയുള്ള, അതായത് എവിടെയൊക്കെ നമുക്ക് IT സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏരിയകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ നോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാം. ദെൻ IT ടീംസ്, സോഫ്റ്റ്വെയർ ടീംസ് ഇവരായിട്ടൊക്കെ എല്ലായ്പ്പോഴും കമ്മ്യൂണിക്കേഷനിൽ വന്നിരിക്കുക. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് സൊല്യൂഷൻ ആക്കി കൊടുക്കുകയും ചെയ്യുക, ട്രബിൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുക. പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. ഐഡന്റിഫൈ ദ ഏരിയാസ് ഇംപ്രൂവ്മെന്റ് ഹോസ്പിറ്റൽ വർക്ക് ഫ്ലോ. ഏതൊക്കെ ഏരിയകളാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ട്രെയിൻ സ്റ്റാഫ് ന്യൂ SOPs. പുതിയ SOPകൾ ഉണ്ടെങ്കിൽ സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്യിക്കുക. ഡിജിറ്റൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ, പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇംപ്ലിമെന്റ് ദ പ്രോസസ് ഓട്ടോമേഷൻ, റെഡ്യൂസ് ദ മാനുവൽ എറേഴ്സ്. അപ്പൊ നമ്മൾ
പ്രോസസ് എല്ലാം മാനുവലായാണ് ചെയ്യുന്നത്. അതിനെ ഓട്ടോമേറ്റഡ് ഏരിയയിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക. ആൻഡ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. പേഷ്യൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷനിൽ വരുന്ന ഒരു ഏരിയയാണ്. ചിലപ്പോൾ നമ്മൾ പ്രോസസ് കൺട്രോളർ ആവില്ല ചെയ്യുക, എന്നാലും ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോണിറ്റർ ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഫീഡ്ബാക്ക് സിസ്റ്റം. നമുക്കൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട് ഓരോരുത്തർക്കും. ഇപ്പോൾ IP യിലാണ് മെയിൻ ആയിട്ടുള്ളത്, OP യിലും സെപ്പറേറ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. ഏതെങ്കിലും ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഹയർ ലെവൽ മാനേജ്മെന്റിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം. എൻഷുർ ദ ക്വിക്ക് റെസൊല്യൂഷൻ ഫോർ ദ കംപ്ലൈന്റ്സ് ആൻഡ് റിലേറ്റഡ് ഡിലേ ഓർ സർവീസ് ഇഷ്യൂസ്. സർവീസ് ഇഷ്യൂസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ അത് എന്തെങ്കിലും നമുക്ക് അതിന്റെ ഇപ്പോൾ ലാബ് റിപ്പോർട്ടാണ്, അത് കിട്ടാൻ നേരം വൈകി, എന്താണ് കാരണം എന്ന് ലാബ് ഇൻചാർജിനോട് ചോദിച്ച് അതിന്റെ കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് എത്തിച്ചു കൊടുക്കുക. വർക്ക് വിത്ത് ദ ഗസ്റ്റ് റിലേഷൻ ആൻഡ് പേഷ്യന്റ് കെയർ ടീംസ്. അതായത് ഗസ്റ്റ് റിലേഷൻ ടീമുമായിട്ടും അതേപോലെ തന്നെ പേഷ്യന്റ് കെയർ ടീംസുമായിട്ട്, അതായത് നഴ്സുമാരുമായിട്ടും അവരുടെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാം. അപ്പൊ ആളുകൾ എന്ത് പറയുന്നു എന്ന് അവരിൽ നിന്നും കിട്ടും. അപ്പൊ ആളുകൾക്ക് വേണ്ട സജഷൻസ് നമുക്ക് കൊടുക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിയുകയും ചെയ്യും. എൻഡ് ഓഫ് ദി ഡേ റിപ്പോർട്ടിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് പ്ലാനിങ്. അതിൽ വരുന്നത് പ്രിപ്പയർ ദ ഡെയിലി റിപ്പോർട്ട് ഓൺ ദ പ്രോസസ് എഫിഷ്യൻസി ആൻഡ് ഡിലേസ് റിസോൾവ് ഇഷ്യൂസ്. അതായത് പ്രോസസ് എഫിഷ്യൻസിയെ കുറിച്ചും അല്ലെങ്കിൽ ഡിലേസ് അല്ലെങ്കിൽ റിസോൾവ് ചെയ്ത ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യുക. പ്രിപ്പയർ ചെയ്യുക ഡെയിലി റിപ്പോർട്ട്. ദെൻ നെക്സ്റ്റ് ഡേ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഓർ റിസോഴ്സ് അലോക്കേഷൻ. നാളേക്ക് ചെയ്യാനുള്ള പണികൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റിസോഴ്സ് അലോക്കേഷൻ, എന്തെങ്കിലും സ്റ്റാഫുകളെയോ ബാക്കിയുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അലോക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. റിവ്യൂ പെൻഡിങ് ടാസ്ക് ആൻഡ് സെറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻസ് ഫോർ ദി ഫോളോയിങ് ഡേ. ഏതെങ്കിലും ഇന്നത്തെ വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും വർക്കുകളാണ് ഒരു പ്രോസസ് കൺട്രോളർക്ക് ഒരു ദിവസം വരുന്നത്. ഇതിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെങ്കിലും അഡീഷണൽ കുറച്ച് സമയം നമ്മളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. താങ്ക് യു.